ഹായ്. അതെ, ഇപ്പം നമുക്ക് ഒരു ഏകദേശം നശിച്ച് കിടക്കുന്ന ഒരു വയലാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ഷൂട്ടിന് വന്നതാണ്, ചെറിയൊരു വിൻറ്റേജ് ഷൂട്ടിന്. ബ്രൈഡ് ദോ അവിടെ വെയിലത്ത് നിൽക്കുകയാണ്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാം. വായ്. ഇവിടം ഞങ്ങൾക്ക് പുതിയതല്ല, ഞങ്ങൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഈ വയൽ ഭയങ്കര പച്ചപ്പായിരുന്നു. അപ്പോൾ അത്തരം ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ ഒരു വൈബ് പിടിക്കാൻ കഴിയില്ലെന്നറിയാം. എന്നാലും ആ കുറച്ച് ഫോട്ടോസ് നിങ്ങളൊന്ന് കണ്ടിട്ട് പോയാൽ. റെഡി, 1 2 3 വായോ നടന്നേ. ലുക്ക് മാറ്റി കൊടുത്തേ. ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത് നെഹ്റയാണ്. നെഹ്റ മാത്രമല്ല കേട്ടോ, നെഹ്റയുടെ കൂടെ നെഹ്റയുടെ കസിൻസ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് വിൻറ്റേജ് കോസ്റ്റ്യൂമിൽ ഒരു നല്ലൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടിൻ്റെ കഥയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ശരിക്കും നമ്മളൊരു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിവതും ഓൺ ടൈമിലെത്തുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് വളരെ സിമ്പിളായിട്ടുള്ള പോസുകൾ. അതും ബാക്ക് ഷോട്ട്സുകളാണെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അവർ മേ ബി ഫസ്റ്റ് ടൈമാണ് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം അവർ കംഫർട്ട് സോണിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഷൂട്ടിലേക്ക് കിടക്കാൻ. മുണ്ടെടുത്തിട്ടോ സൂപ്പർ. അതെ ഓക്കെ. നീ അവിടെ ഇങ്ങനെ നിന്നിട്ടേ മോളിങ്ങനെ താടിയിലൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കൂലേ. ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ സ്ട്രഗിൾ ചെയ്യാൻ പോകണം മറ്റൊരിടമാണ് കൊച്ചുകുട്ടികളെ കമ്പോസ് ചെയ്യുക. അതും കുറുമ്പന്മാരും പറയേ വേണ്ട. അപ്പോൾ അവരിൽ നിന്നൊരു നല്ല മൂവ്മെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ അവരെ അഴിച്ചു വിട്ട് ഫ്രീ ആക്കി എടുക്കുക. അയ്യോ നിരങ്ങല്ലേ, ഉടുപ്പ്. ഇപ്പോൾ ശില്പ ബ്രൈഡിനെ കുറച്ച് നിർത്തിയിട്ട് കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് പോസുകളൊക്കെ കമ്പോസ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ബ്രൈഡ് മെയ്റ്റ്സ് കുറേ പേരുണ്ട്. ആക്ച്വലി ഉണ്ടോ, അതാണ് ബ്രൈഡിൻ്റെ ചേച്ചി. ഞങ്ങൾ ആളുടെ കല്യാണം എടുത്തതാണ്. മാത്രമല്ല എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടി കൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഫ്രീ ആയിട്ട് അവിടെ നിന്നോ. ബാക്കിയുള്ളവർ വന്ന് ജോയിൻ ചെയ്തേ. 1 2 3 ചെയ്താൽ ചിരിച്ചോ. അങ്ങനെ ഞങ്ങൾ അപ്രതീക്ഷിതമായി നമുക്കൊരു അമ്മാമ്മയെ കിട്ടിയായിരുന്നു. അമ്മാമ്മ നല്ല സഹകരണമായിരുന്നു. ആക്ച്വലി ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിവിടെ നിന്ന് ഷൂട്ട് എടുത്തത് കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തു, പശുവിനെ കൊണ്ട് വെയിറ്റ് ചെയ്തു. അവർ വീട്ടിൽ പോകേണ്ടതായിരുന്നു. എന്നാലും അടിപൊളി. ഇതാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് നമുക്ക് ഷൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഞങ്ങൾ ഷൂട്ടെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതാ ഇവിടെ EK ഫിലിംസിൻ്റെ മുതലാളി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഷൂട്ടെല്ലാം വൈൻഡപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം.